ഞങ്ങൾ കാസർഗോഡുകാർക്ക് എത്ര പേർക്കറിയാം കുദ്രു ശ്രീ മൂകാംബിക ടെമ്പിൾ അല്ലെങ്കിൽ മാട്ടുമ്മൽ ടെമ്പിൾ. കാസർഗോഡ് തന്നെ ജനിച്ച് വളർന്ന് ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. അമ്പലത്തിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല. ഇത് ഞങ്ങളുടെ ചിത്താരിപ്പുഴ. ഇത് കടന്ന് വേണം അമ്പലത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ആളുകളും ഇവിടെ പോകുന്നത് കുറവായിരിക്കും. ഇന്നിവിടെ വിശേഷാൽ പൂജയുണ്ട്. അതിനാണ് ഇത്രയും തിരക്ക്. നവരാത്രിയോടടുപ്പിച്ച് ഇവിടെ 3 ദിവസം ഉത്സവമാണ്. സോ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഒക്ടോബർ 1 ആൻഡ് ഒക്ടോബർ 2 ആൻഡ് ഒക്ടോബർ 3. ഒക്ടോബർ 3 വിശേഷാൽ പൂജയുള്ളത്. പക്ഷെ ഞങ്ങൾ ഇന്ന് 1-ാം തീയതി തന്നെ പോയി. കാരണം വെച്ചാൽ ഒക്ടോബർ 3 എഗെയിൻ ക്ലാസ് റീഓപ്പൺ ആണല്ലോ. സോ അന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ, കുക്കുവേട്ടൻ, 2 അമ്മമാർ, വൺ ഹു ഗേവ് മീ ബർത്ത് ആൻഡ് വൺ ഹു ഗിഫ്റ്റഡ് മീ മൈ മാൻ. നമ്മൾ 4 പേരും കൂടി മാട്ടുമ്മൽ ടെമ്പിളിലേക്ക് പോവുകയാണ്. പുഴ കടന്നും കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പുഴ, നല്ല പച്ചപ്പ്, തെങ്ങിൻ തോപ്പുകൾ. അവസാനം ഞങ്ങളുടെ ടെമ്പിളിലെത്തി. അങ്ങനെ വലിയ ടെമ്പിളൊന്നുമല്ല, ചെറിയ ടെമ്പിൾ. മൂകാംബിക ദേവിയുണ്ട്. ആൻഡ് ഇവിടെ മറ്റു 3 ദൈവങ്ങളും കൂടെയുണ്ട്. ഗുളികനും ധൂമദേവിയും പിന്നീട് കള്ളത്തെ പള്ളത്തെ സംതിങ് ഐ ഫോർഗോട്ട്, സോറി. ഈ ദൈവത്തിന് കള്ളപ്രിയമാണത്രേ. ഈ യാത്രയിൽ 5-മതൊരാൾ കൂടി ഞങ്ങളുടെ കൂടി, ഞങ്ങളുടെ പ്രീതി ആൻറ്റി നാളത്തെ MLA ആണ്. കുക്കൂടൻ്റെ അമ്മയുടെ അവസാനത്തെ സിസ്റ്റർ. അവർ ഞങ്ങളോട് കൂടി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇതിനപ്പുറം എന്ത് വൈബാണ് കിട്ടാൻ. എത്ര നല്ല കാഴ്ചകൾ. മനസ്സും കണ്ണും ഒരുപോലെ നിറയും. ഇവിടെ അവസാന ദിവസമാണ് എല്ലാവർക്കും ഭക്ഷണം. പക്ഷേ വന്നവരെ അവരെ വെറുതെ വിടുന്നില്ല. വന്നവർക്ക് ലഘുവായ ഭക്ഷണം നൽകിയാണ് അവർ വിടുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എൻ്റെ തോളിൽ കൈയിട്ടാണ് കുക്കോടൻ കൂടുതൽ നടക്കാറ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓടിപ്പോയി പ്രീതി ആൻറ്റി കയ്യിൽ എൻ്റെ ഫോൺ കൊടുത്തു വീഡിയോ എടുക്കാൻ. അപ്പോഴേക്കും കുക്കോടൻ കൈയിടുന്നില്ല. കാരണം മൂപ്പർക്ക് വീഡിയോ അലർജി ആണല്ലോ. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് പുഴയുടെ കരയ്ക്കെത്തി. പ്രീതി ആൻറ്റിക്കും അമ്മയ്ക്കും നല്ല ധൈര്യമായുണ്ട്. അവർ തോണിയിൽ വരാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ തോണിയിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുക്കുവേട്ടനും അമ്മയും പ്രീതി ആൻറ്റിയും നടന്നു. ഞങ്ങൾ തോണിയെ വെയിറ്റ് ചെയ്തു. ഇത് എത്രാമത്തെ തവണയാണ്, ഞാൻ തന്നെ ഒരു 5-6 തവണയായി ഈ ചേട്ടനെ കാണുന്നു. ഈ തോണിയും തുഴഞ്ഞ് ആൾക്കാരെ അക്കരെ ഇക്കരെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു പ്രതിഫലവും വാങ്ങുന്നില്ല. അങ്ങനെ അവസാനം തോണിയിൽ കയറി. ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ തോണിയിൽ കയറുന്നത്, എങ്കിലും ഇതും വേറൊരു വൈബാണ്. ചേട്ടൻ നന്നായി തുഴയുന്നുണ്ട്. കുറേ പേര് നടന്നു തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടുത്തെ വിശ്വാസമാണ് നടന്നു തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക്, അതായത് വെള്ളത്തിൽ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം. പോകുമ്പോൾ ഞങ്ങൾ വെള്ളത്തിലാണല്ലോ പോയത്. അതുകൊണ്ട് വരുമ്പോൾ ഈ തോണി വൈബും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തോണിയിൽ കയറി. അങ്ങനെ ഇക്കരെ എത്തി. പോകുമ്പോൾ ടെമ്പിളിൻ്റെ കമാനമൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വീഡിയോ എടുക്കണം എന്നൊരു മൈൻഡിലൊന്നല്ല ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ യാത്രകൾ അതെന്നെ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചു. സോ ഇതാണ് ടെമ്പിളിൻ്റെ കമാനം, കുദ്രു ശ്രീ മൂകാംബിക ദേവസ്ഥാനം. പറ്റുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇവിടത്തേക്കൊന്ന് വരാം. കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു മാത്രമേ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങൂ. സോ പറ്റുകയാണെങ്കിൽ എല്ലാവരും വരാം. സോ ബൈ ബൈ.